ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് അയച്ചാനാണ്. അത് നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയിട്ട് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റാണ്. അതിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ സെൻറ്ററിൽ വരുന്ന നീഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ് ആ പ്രോബ്ലം സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നോക്കുമ്പോൾ പറയാം അത് എത്ര ഷെയ്ക്കാണ് നമുക്ക് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡും വേണം അതിൻ്റെ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ പിസ്റ്റണിനൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നായിരുന്നു. പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ആയാലും ഉള്ളിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കർവ് ചെയ്തിട്ട് എടുത്തു പോയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് എൻജിൻ വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ബെയറിങ്ങുകൾ രണ്ടെണ്ണം മാറ്റണം. അതിന് പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് പ്രോബ്ലം ഉണ്ട്. ആ കൂട്ടത്തിയുടെ ക്ലച്ച് ഡിസ്ക് നമ്മൾ മാറ്റി വിടണം. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് എൻജിൻ വർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത് വരാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ എൻജിനകത്തേക്ക് വാട്ടർ കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് വന്നേക്കണേ. ഒന്ന് ഈ ഭാഗത്ത് ചെറുതായിട്ട് ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഓറിങ് ചെറുതായിട്ടൊന്ന് ലീക്കായിട്ട് ആ സൈഡിൽ കൂടെ ഓയിൽ വെള്ളത്തിൻ്റെ ഇത് വന്നായിരുന്നു ഈ സൈഡിലേക്ക്. അതും ഒരു കാരണമാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല ശരിക്കും. അത് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്, ഇതെവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു കാരണമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നത്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് അങ്ങനെ വരാനായിട്ടില്ല. പിന്നെ അതിൻ്റേത് മെയിനായിട്ട് പറഞ്ഞാൽ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും നിലവിലുണ്ട്. കാരണം വണ്ടിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കമുണ്ട്. നമ്മൾ റീടെസ്റ്റ് കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിസ്റ്റൺ ഇതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുക. പുതിയത് മേടിച്ച് മാറ്റുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമ്പോൾ തന്നെ റിപ്പയർ ചെയ്യാൻ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 10,000-3000 രൂപയ്ക്ക് ഒരു 3000 രൂപ 2500-3000 രൂപയുടെ ഒരു ലാഭമാണ് നമുക്ക് അതിനകത്ത് വരുള്ളൂ. അതായത് ഐറ്റംസ് നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റാതെ പിസ്റ്റൺ മാത്രം മാറ്റി ബോർ ചെയ്ത് യൂസ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഇച്ചിരി കുറയ്ക്കാൻ പറ്റും. ഒരു 10,000-2500 കുറയ്ക്കാൻ പറ്റും. പക്ഷേ കംപ്ലയിൻറ്റ്സ് വീണ്ടും ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇതായാലും ഈ ക്രാങ്ക് ഷാഫ്റ്റായാലും നോക്കുമ്പോൾ നമുക്ക് കണക്ടർ റോഡൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണക്ടർ റോഡാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ആ ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ ഇത്രയും വർഷം നമുക്ക് അതിൻ്റെ ലൈഫ് കിട്ടി മെയിനായിട്ട്. അപ്പോൾ അത് നമുക്ക് പുതിയ ഐറ്റം മേടിച്ച് കയറ്റുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകും. സർവീസൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് അതിൻ്റെ ലൈഫ് ഉപയോഗിക്കാനായിട്ട് കിട്ടും. സാധാരണ നമുക്ക് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അത് നമ്മളൊരു കാറ്റലോഗിനകത്തുള്ള ഇതിനകത്തേക്ക് ഇട്ടേക്കാം. പിന്നെ അതിന് പുറമെ നമുക്ക് 1-2 പാർട്സുകൾ നമ്മളിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റ് എമൗണ്ടിന് പുറമെ 1-2 പാർട്സുകൾ നമുക്ക് ഡാമേജ് ഉണ്ട്. അത് നമുക്ക് അഴിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതായത് ഈ ഗിയർ വീലുകളിൽ 1-2 ഗിയർ വീലുകൾ നല്ല രീതിയിൽ തേയ്മാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ അതിൻ്റെ പല്ലുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് തേയ്മാനമുണ്ട്. ഈ ഗിയർ വീലിൻ്റെ ഇതിനും ചെറുതായിട്ടുണ്ട്. അപ്പോൾ 2 ഗിയർ വീലും കൂടി കൂട്ടത്തിക്കൂടെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ 2 ഗിയർ വീലടക്കം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മെയിൻ ഷാഫ്റ്റിൻ്റെയും ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും കൂടിയിട്ട് മാറ്റണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഈ വീല് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച് തൊട്ടപ്പുറത്തെ ഷാഫ്റ്റും വന്നാൽ അതിനോട് കണക്ഷൻ വരുന്ന ആ വീലും കൂടി ചേഞ്ച് ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 2 ഗിയർ വീൽ സെറ്റാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും 2 ഗിയർ എന്ന് പറയുമ്പോൾ 2 ഷാഫ്റ്റിനെ കൂടി വരുമ്പോൾ 4 വീലുകൾ വരും. ഏകദേശം ഒരു 1000-1200 രൂപ നമുക്ക് സാധാരണ ഈ പറയുന്ന എസ്റ്റിമേറ്റിന് പുറമെ നമുക്കതിന് വരാറുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം അതിനകത്ത് നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. എൻജിൻ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ പറയാം. ബാക്കിയത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എസ്റ്റിമേറ്റ് ടോട്ടൽ എസ്റ്റിമേറ്റ് ഒക്കെ വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമുക്കതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം എന്തെങ്കിലും കേട്ടോ. എൻജിൻ്റെ ഭാഗം അഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിരുന്നുണ്ടോ. കാരണം എന്ന് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം വലിച്ച് തീർന്നതാണ്. ഫുള്ളായിട്ട് വലിച്ച് അഡ്ജസ്റ്റിങ് പരമാവധി തീർന്ന് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ചെയിൻ്റെ ബാക്കിലത്തെ ഈ ഭാഗമൊന്നും കൃത്യമായിട്ട് പിടിക്കുന്നില്ല. ഇതാണ്. അപ്പോൾ കൂട്ടത്തിക്കൂടെ നമുക്ക് ചെയിൻ സ്പോക്കറ്റും കൂടി മാറ്റി വിടേണ്ടതാണ് നല്ലത് കേട്ടോ. അപ്പോൾ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് പറയുമ്പോൾ ആ കൂട്ടത്തിക്കൂടെ ചെയിനും കൂടി ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അതേപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് മാറുന്ന ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എൻജിൻ അഴിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞേക്കണേ.
ആ എൻജിൻ വർക്കിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതിൻ്റെ കാറ്റലോഗ് അടക്കം ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ അഡീഷണലായിട്ട് നമുക്കൊരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം എന്തായാലും കേട്ടോ. എന്തായാലും അത് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവാം. കാരണം അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് ചെയ്യാനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഫ്രണ്ട് സ്പോക്കറ്റ് നമുക്ക് അത്രയും പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നാൽ പോലും ബാക്കിലത്തെ ഇത്ര തീർന്നേക്കുമ്പോൾ നമുക്ക് ചെയിൻ കിറ്റേപ്പാടിയേ കിട്ടുള്ളൂ. അതായത് 2 സ്പോക്കറ്റും ചെയിനും കൂടിയിട്ടുള്ള കിറ്റായിട്ടാണ് നമുക്ക് വരാം. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം.